ഗുഡ് മോർണിംഗ് ഓൾ. പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഭൂതകാലിലെ രണ്ടാമത്തെ സെഷനാണ്, അതായത് ആസന്ന ഭൂതകാൽ. നമ്മൾ ആദ്യത്തെ സെക്ഷനായ സാമാന്യ ഭൂതകാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്നു. അതെല്ലാവരും കണ്ടു എന്ന് കരുതുന്നു. ഇത് രണ്ടാമത്തെ പാർട്ടാണ്, അതായത് ആസന്ന ഭൂതകാൽ. ഇതെങ്ങനെയാണ് നോക്കാം. നമുക്ക് ഈ ഒരു ആസന്ന ഭൂതകാൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പം ആസന്ന ഭൂതകാൽ എങ്ങനെയായിരിക്കും വരിക? നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഒരു സാമാന്യ ഭൂതകാൽ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഇപ്പം നേരത്തെ ലാസ്റ്റ് നമ്മൾ പഠിച്ചു വെച്ച സാമാന്യ ഭൂതകാൽ. ആ സാമാന്യ ഭൂതകാലത്തിൻ്റെ ഒപ്പം സാമാന്യ ഭൂതകാൽ, സാമാന്യ ഭൂതകാലത്തിൽ നമ്മൾ സെൻറ്റൻസ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഹേ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഫുൾ സ്റ്റോപ്പും കൂടെ ഇടാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ആസന്ന ഭൂതകാലമായി. ഇത്രയേ ഉള്ളൂ ആസന്ന ഭൂതകാല കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഓക്കെ ആണല്ലോ. ഭൂതകാലത്തിലെ രണ്ടാമത്തെ പാർട്ടാണ് സാമാന്യ ഭൂതകാൽ, ആസന്ന ഭൂതകാൽ. അതിനകത്ത് അതെങ്ങനെ എഴുതുക? ആ സാമാന്യ ഭൂതകാലത്തിൻ്റെ കൂടെ ഹേ ആഡ് ചെയ്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്തായി? ആസന്ന ഭൂതകാലായി. ഇനി എന്താണ് ആസന്ന ഭൂതകാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രവൃത്തി, അതായത് ഒരു കാര്യം, എന്തെങ്കിലും ഒരു ചെയ്യുന്ന ഒരു കാര്യം, ഒരു പ്രവൃത്തി അല്പസമയത്തിന് മുമ്പ് നടന്നു, കുറച്ച് മുമ്പ് നടന്നു എന്ന് കാണിക്കാനാണ് ഈ ഒരു ടെൻസ് യൂസ് ചെയ്യുന്നത്. അതായത് കുറച്ച് മുൻപ് കഴിഞ്ഞു, കുറച്ച് ടൈം ആയിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ സാമാന്യ ഭൂതകാലത്തിലൂടെ ഹേ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആസന്ന ഭൂതകാൽ കിട്ടും. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ നോക്കിയാലോ ഇതിൻ്റെ. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ, സന്ദീപ് ആയ എന്ന് പറഞ്ഞ എന്താ? സന്ദീപ് ആയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? സാമാന്യ ഭൂതകാലായി. ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർത്തു? ഹേ ആഡ് ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായി? സന്ദീപ് വന്നിട്ടുണ്ട്. ഇപ്പോഴാണോ വന്നേ? അല്ല, കുറച്ച് മുമ്പ് സന്ദീപ് വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ വേ ആയ ഹേ എന്ന് പറഞ്ഞാലോ? അവർ വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. നമ്മുടെ സ്ഥിരം കഥാപാത്രം മോഹൻ യഹാം ആയാ ഹേ. ഫുൾ ആയാണല്ലോ. ഓക്കെ, എന്താ ഇതിൻ്റെ അർത്ഥം? മോഹൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ എന്ത് മാത്രമേ വരുത്തുന്നുള്ളൂ? ഹേ മാത്രമേ ആഡ് ചെയ്യുന്നു. കുറച്ച് മുമ്പ് പഠിച്ച സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി രജനി യഹാം എന്താ ഇവിടെ വരിക? ആയാ വരുമോ? വരില്ല. ഈ എഴുതാൻ കാരണം എന്താ? രജനി സ്ത്രീലിംഗ കഥാപാത്രമാണ്, സ്ത്രീലിംഗാണ്. ഇനി അടുത്ത ഒരെണ്ണം കൂടെ നോക്കിയാലോ. ലഡ്കി അല്ലെങ്കിൽ വേണ്ട, ലഡ്കി വേണ്ട. നമ്മൾ രജനി ഓൾറെഡി ഇപ്പോൾ ചെയ്തതാണല്ലോ. അപ്പോൾ ലഡ്കി വേണ്ട, പകരം നമുക്കൊന്ന് ലഡ്ക ആക്കി നോക്കാം. ലഡ്കെ ആയിക്കോട്ടെ, ആൺകുട്ടികളായിക്കോട്ടെ. ലഡ്കെ യഹാം യഹാം വേണ്ട, വഹാം ആക്കാം. ഒരു കാര്യം ചെയ്യാം. വഹാം. ഇനി ഗായേ ഹേ, അല്ലെങ്കിൽ ആയാന്ന് എഴുതേണ്ടി വരും, ആയെന്ന് എഴുതേണ്ടി വരും. എല്ലാം ഒരായ, അതുകൊണ്ട് ഗായ ആയിക്കോട്ടെ. സോ ഇത് പിടികിട്ടിയോ? സന്ദീപ് ആയാ ഹേ, വേ ആയാ ഹേ, മോഹൻ യഹാം ആയാ ഹേ, രജനി യഹാം ആയി ഹേ,
ലഡ്കെ വഹാം ഗായേ ഹേ. അടുത്ത കുറച്ചും കൂടെ എക്സാമ്പിൾ നോക്കാം. പ്ലൂറൽ ഫോം ആക്കാന്ന് അല്ലേ. ലഡ്കിയോ വഹാം ഗയീഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പെൺകുട്ടികൾ അവിടെ, വഹാം അവിടെ പോയിട്ടുണ്ട്. അതുപോലെ മേം സ്കൂൾ ഗായ ഹൂ. മേം വന്നപ്പോൾ എങ്ങനെ വന്നു എന്ന് മനസ്സിലായോ? മേം സ്കൂൾ ഗായ ഹൂ. അതുപോലെ ഈ പെൺകുട്ടിയാണെങ്കിലോ, ഇതൊരു ആൺകുട്ടിയല്ലേ. മേം സ്കൂൾ ഗായി ഹൂ. മേം വരുമ്പോൾ എന്തായാലും ഹൂം കൊടുക്കണം കേട്ടോ. ഇനി തും വരുമ്പോഴോ, തും യഹാം ആയേ ഹോ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളിവിടെ വന്നിട്ടുണ്ട്. മേം സ്കൂൾ ഗായി ഹൂ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്. ഇനി തും യഹാം ആയി ഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? നിങ്ങളിവിടെ വന്നിട്ടുണ്ട്. അതെന്താണ്? സ്ത്രീലിംഗമായി. ഓക്കെ ആണല്ലോ. ഇനി കുറച്ചും കൂടെ എക്സാമ്പിൾ നോക്കാവേ. രാംദാസ്. രാംദാസ് നേ, ഇതെന്താന്ന് മനസ്സിലായി? സകർമ്മക്രിയാണേ. പത്ര 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 ലിഖാ ഹേ എന്ന് പറഞ്ഞാൽ എന്താ? രാംദാസ് കത്തെഴുതിയിട്ടുണ്ട്. രാംദാസിനെ പത്ര ലിഖാ ഹേ. ഇനി മേം നേ ഏക് കവിത ലിഖി. ലിഖി വന്നുകൊണ്ട് ഉറപ്പിച്ചത് പെൺകുട്ടിയാണ്, പെണ്ണാണ് എഴുതിയ ആള്. അപ്പം എന്താ? ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. ലിഖി ആയതുകൊണ്ട് അത് പെൺകുട്ടിയാണ്, ഉറപ്പാ. അടുത്തത് ഉസ്നെ യേ കഹാനിയോ കഹാനിയോ പഠീഹെ എന്ന് പറഞ്ഞെന്താ? അവൻ ഈ കഥകൾ വായിച്ചിട്ടുണ്ട്. ഇനി നൗക്കരി, അത് എഴുതാം. ने കപ്പട്ടെ ഗോയേഹെ എന്ന് പറഞ്ഞ എന്താ? വേലക്കാരി വസ്ത്രങ്ങൾ അലക്കിയിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പൊ സകർമ്മക ക്രിയ ആണെങ്കിൽ എന്താ? കർമ്മത്തിന്റെ വചന വ്യത്യാസം അനുസരിച്ച് പുല്ലിംഗാണോ അതായത് സ്ത്രീലിംഗാണോ? ഏകവചനത്തിൽ ഹേ എന്നും ബഹുവചനത്തിൽ എന്ത് ചെയ്യണം? ഏകവചനാണെങ്കിൽ എന്ത് ആഡ് ചെയ്യണം? ഹേ. ബഹുവചനാണെങ്കിൽ എന്ത് ആഡ് ചെയ്യണം? ഇത് ആഡ് ചെയ്യണം. ഇത്ര ആഡ് ചെയ്ത് എന്തായി? നമ്മുടെ ആസന്ന ഭൂതകാൽ റെഡിയായി. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് സാമാന്യ ഭൂതകാൽ പ്ലസ് ഹേ ചെയ്യുക എന്നാട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഭൂതകാലത്തിലെ സാമാന്യ ഭൂതകാൽ കഴിഞ്ഞു. ഇപ്പം അത് ആസന്ന ഭൂതകാൽ കഴിഞ്ഞു. സാമാന്യ ഭൂതകാൽ പഠിച്ച ഒരാൾക്കാണ് ഇത് ആസന്ന ഭൂതകാൽ പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പം. സോ കാണാത്തവർ അത് പോയി കണ്ടിട്ട് ഇത് കാണാം. കാരണം എന്താ? സാമാന്യ ഭൂതകാലത്തിൻ്റെ ഒപ്പം ഹേ ആഡ് ചെയ്യുക. അപ്പോൾ എന്താ സാമാന്യ ഭൂതകാലം എന്നറിയാത്തവർക്ക് ഞാൻ ഈ എക്സാമ്പിൾ ഇങ്ങനെ ജസ്റ്റ് എഴുതി വിടുമ്പോൾ തന്നെ ഒന്നും മനസ്സിലാവില്ല. പക്ഷേ സാമാന്യ ഭൂതകാൽ കണ്ട ഒരാൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലാക്കാത്തവർ അതിനർത്ഥം അവർ സാമാന്യ ഭൂതകാൽ കണ്ടിട്ടില്ല എന്നാണ്. അതൊന്നും കൂടെ കൃത്യമായി പോയി കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക. കാരണം എന്താ? ജസ്റ്റ് ഹേ ആഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ ഇത് ക്ലാസ്
കൃത്യമായി കാണുക, നോട്ട്സ് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കസിൻസും ഒക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതാവും ഞാൻ ഇനി അയക്കാനിരിക്കുന്ന വീഡിയോസ് എല്ലാം കൃത്യമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് പൂർണ്ണ ഭൂതകാലമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.